അപ്പോൾ മച്ചാവരെ ഇനി അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് നമുക്കൊരു ബെൻഡ് മിക്സറാണ്. അത് നമുക്ക് വരുമ്പോൾ 3-in-1 ബെൻഡ് മിക്സറാണ്. നമ്മൾ പേരിവേറിൻ്റെ കമ്പനിയാണ് മിക്സർ വരുന്നത്. ഇതുപോലെ ഇതിൽ നമുക്ക് ഹാൻഡ് ഷവറും കൊടുക്കാം. ഇത്രയാണ് നമ്മൾ ഇതിനുള്ള വരുന്ന ഫിറ്റിങ്സ്. കപ്പ്, അതുപോലെ ഈ ലെഗുകൾ, ലെഗും ഇതുപോലെ നല്ല സ്റ്റെപ്പ് വാഷറാണ് വരുന്നത് ഇതിൻ്റെ കൂടെ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ ബെൻഡ് മിക്സറിൻ്റെ നമ്മൾ ഈ പോയിന്റിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. 47 സെൻറ്റിമീറ്റർ ഉണ്ട്, അത് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് കറക്റ്റ് ബെൻഡ് ഇതിൻ്റെ സെൻറ്റർ വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ആദ്യം ഇത് ഒന്ന് മാർക്ക് ചെയ്യുന്നത്. അടുത്ത് ഇതാണ് നമ്മുടെ ലെഗ്, അതായത് വരുന്ന ലെഗ്. ഇത് ആദ്യം ഒന്ന് വെറുതെ നമുക്ക് ഇട്ട് നോക്കണം, കാരണം ഇതിൻ്റെ ലെഗ് നീളം നമുക്ക് കട്ട് ചെയ്യാൻ ഉണ്ടായില്ല എന്നൊക്കെ ഒന്ന് നോക്കാം. അല്ല, നമ്മളെ ഈ ലെഗ് കട്ട് ചെയ്യാനുണ്ട്, 2 ലെഗും അതുപോലെ കട്ട് ചെയ്യാനുണ്ട്. നമ്മളിവിടെ ഒരു 4 പിരി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് കട്ട് ചെയ്യണം. നമ്മളിതുപോലെ രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതൊന്ന് ടഫ്ലോൺ ടേപ്പ് ചുറ്റാം. നമുക്കിതിൻ്റെ സെൻറ്റർ ഈ ബെൻഡ് വരത്തക്ക രീതിയിലാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്താൻ. നമുക്ക് ടാപ്പ് എടുത്തുനിന്ന് അളവ് നോക്കാം. 47 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, കറക്റ്റ് 47 സെൻറ്റിമീറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മിക്സറിൻ്റെ പൊസിഷൻ നോക്കണം, ഇങ്ങനെ ചരിവ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. വലിയ കുഴപ്പമില്ല, ഇപ്പോൾ നമുക്ക് കറക്റ്റ് അളവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിൻ്റെ കപ്പിടാൻ പോവുകയാണ് നമ്മൾ മിക്സറിൻ്റെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് വാഷറാണ്. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ. ഇനി ബെൻഡിൻ്റെ വച്ചതിന് ശേഷം നമ്മൾ കറക്റ്റാണ് കട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ബെൻഡിൻ്റെ ലെഗ് ഇട്ട് നോക്കാം. നമുക്ക് ഇവിടെ ലെഗ് കട്ട് ചെയ്യാനില്ല, കറക്റ്റാണ്. കപ്പിടുമ്പോൾ കറക്റ്റ് ടൈറ്റ് ആവുന്നുണ്ട്. ഇനി ഒന്ന് ടെഫ്ലോൺ ടേപ്പിട്ട് ഇതിനൊന്ന് ടൈറ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് ബെൻഡിനെ വെച്ചൊന്ന് അളവെടുക്കാം. ബെൻഡ് നമുക്ക് കട്ട് ചെയ്യാനുണ്ട്.
ഇതിന് ഇത്രയൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ബെൻഡെല്ലാം നമ്മൾ അളവിനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് അതിൻ്റെ ബുഷൊക്കെ ഇടയാണ്. 2 സൈഡ് നമ്മൾ ബുഷ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം. നമ്മൾ ബെൻഡ് മിക്സർ നമ്മളെല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ഹാൻഡ് ഷവർ പിടിപ്പിക്കണം. അത് നമ്മൾ ഈ കാണുന്ന റൈറ്റ് സൈഡാണ് നമ്മൾ ഹാൻഡ് ഷവർ പിടിപ്പിക്കുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് ഷവർ. നമ്മൾ ട്യൂബെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുമ്പോൾ റൈറ്റ് സൈഡാണ് വെക്കുന്നത്. അതാണ് നമ്മൾ സ്റ്റാൻഡ്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ബെൻഡ് മിക്സറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് വെച്ചത് ഒരു 3-in-1 ബെൻഡ് മിക്സറാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.